ഷാറൂഖ് ഖാന്റെ സിനിമയെ അനുസ്മരിപ്പിച്ച് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ഡങ്കി റൂട്ടുകളെ കുറിച്ച് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. मेरी थिंकिंग है कि देश के लोगों को मालूम होना चाहिए कि आप लोग क्या सह रहे हो, परिवारों को क्या, आपको क्या मुश्किल सहनी पड़ रही है, ये इसलिए मैं समझने आया हूँ. हम तो यही चाहते हैं आने वाले टाइम में आप प्रधानमंत्री बनो और हमारे बच्चों को कहीं नहीं जाना पड़े, यहीं हरियाणा में रहे, यहीं रोजगार मिले. जब मेरे पापा अमेरिका गए चोट लग बोलो क्या हुआ? बट अब तो ठीक है ना पापा? मैंने कहा था मम्मी के पास जाऊंगा, आ गया. कैसे हो? गांव का सरपंच भी कोई पूछ नहीं सकता और आप तो कहां से कहां मिलने के लिए आए. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്ക് പ്രകാരം 37.4% ഹരിയാനയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എസ്പെഷ്യലി യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിൽ, യുവത്വത്തിനിടയിൽ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. നാഷണൽ ആവറേജ് 7 മുതൽ 8% ആവുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി ഇല്ലാത്തവർ ഉള്ള പ്രദേശങ്ങളിൽ ഇതാ, അതായത് ഹരിയാന പ്രദേശങ്ങളിലൊന്ന് ഹരിയാനയാണ്. പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ 15 മുതൽ 29 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ 17% തൊഴിലില്ലായ്മയാകുമ്പോൾ അതിശക്തമായ രീതിയിൽ ഹരിയാനയിൽ തൊഴിലില്ലായ്മയുടെ നിരക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏകദേശം 4,50,000 മുതൽ 5 ലക്ഷം അൺഎംപ്ലോയ്മെന്റ് യൂത്ത് വരെ ഹരിയാന ഗവൺമെന്റ് പോർട്ടലിന്റെ സഹായത്തോടുകൂടി ജോലി നേടാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഡങ്കി എന്ന് പറയുന്നത് ഷാറൂഖ് ഖാന്റെ വളരെ പ്രസിദ്ധമായ സിനിമ പോപ്പുലർ ആക്കിയ ഒരു പേരാണ്. ഡോങ്കി റൂട്ട് എന്നാണ് ഡങ്കിയെ കുറിച്ച് പറയുന്നത്. ഡോങ്കി റൂട്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ തരീക്കാസെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ വഴിയിൽ അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, കാനഡയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാതെ കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് വിദേശത്ത് നിന്ന് വളരെ ലോ എൻഡ് ജോബ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നവരാണ്. US-ലെ പ്യൂ റിസർച്ച് സെന്റർ, ലോകത്തിലെ ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഏജൻസീസിൽ ഒന്നാണ് പ്യൂ റിസർച്ച് സെന്റർ. പ്യൂവിന്റെ കണക്ക് പ്രകാരം 7,25,000 ഇന്ത്യക്കാരാണ് ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നത്. ഇത് മെക്സിക്കോക്കാർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമതാണ് ഇന്ത്യ, ആദ്യം മെക്സിക്കോ ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്ന അമേരിക്കയിലെ സ്ഥലങ്ങളിലൊന്ന് ഇന്ത്യ ആണെന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. പല ആൾക്കാരും 45 ലക്ഷം രൂപയടക്കം കൊടുത്താണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അതായത് പല ടൂറിസ്റ്റ് ഏജൻസികളുമുണ്ട്, ട്രാവൽ ഏജൻസികളും ട്രാവൽ വിസ ഒക്കെ അറേഞ്ച് ചെയ്തവരുണ്ട്. 45 ലക്ഷം രൂപയാണ് അമേരിക്കയിലേക്ക് പോകാൻ കൊടുക്കുന്നത്. 25 ലക്ഷം രൂപയാണ് ജർമ്മനിയിലേക്ക്, 15 ലക്ഷം പോർച്ചുഗലിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പോകുന്നത്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പറയുന്നത് 2022 ശേഷം 97,000, ഏകദേശം 1 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇല്ലീഗലി അമേരിക്കയിലേക്ക് കയറാൻ ശ്രമിച്ചു. അവരെ US-ലെ അതോറിറ്റീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. 2019 ശേഷം ഇല്ലീഗലായി അമേരിക്ക കടക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 5 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ജോലി ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഏറ്റവും പ്രധാന വിഷയങ്ങളിലും. ഹരിയാന ഇലക്ഷനിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി സാമൂഹികപരമായും രാഷ്ട്രീയപരമായും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് റേസ് ചെയ്തിരിക്കുന്നത്, ഹരിയാനയിലെ ഡങ്കി ഇഷ്യൂ. ഹരിയാനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ അമേരിക്ക ഡ്രീം അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരാണ്. പഞ്ചാബിൽ നിന്ന് കൂടുതൽ ആൾക്കാർ കാനഡയിലോട്ടാണ് പോകുന്നത്. കാര്യം കാനഡയിൽ ഒരു വൈബ്രന്റ് പഞ്ചാബിലെ സിഖ് കമ്മ്യൂണിറ്റി ഒക്കെ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഡങ്കി പ്രോബ്ലം മാറണം. ഹരിയാനയൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഹരിയാനയിലാകട്ടെ, പഞ്ചാബിലാകട്ടെ, ബീഹാറിലാകട്ടെ, ഇവിടെയെല്ലാം നമുക്ക് സമൃദ്ധി വരണം. സമൃദ്ധി വരണമെങ്കിൽ ആൾക്കാർക്ക് ജോലി വേണം, കൂടുതൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് വേണം. അത് ആരാണെങ്കിലും കൊണ്ടുവരണം. അത് മോദി ആണെങ്കിലും, രാഹുൽ ഗാന്ധി ആണെങ്കിലും, അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും, അല്ലെങ്കിൽ പിണറായി വിജയൻ ആണെങ്കിലും, ആരാണെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ അൺഎംപ്ലോയ്മെന്റിന്റെ വിഷയം ശ്രീ രാഹുൽ ഗാന്ധിക്ക് അതിശക്തമായി റേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഒക്ടോബർ 5 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഹരിയാനയിലെ ജനങ്ങളും ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്കാണ്, ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കല്ല, വർഗീയ പ്രശ്നങ്ങൾക്കോ വിദ്വേഷത്തിന്റെ പ്രശ്നങ്ങൾക്കോ അല്ല, ജോലി, ജീവിതം, അടിസ്ഥാന അവകാശങ്ങൾ, ബെറ്റർ റോഡ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ വേണം ജനങ്ങളുടെ മനസ്സിലുണ്ടാകാൻ. അത് ഏത് ഗവൺമെന്റ് വരുന്നു അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.